ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ പീര ആയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ മുളകും മഞ്ഞളും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് കുറച്ച് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, സവാള എന്നിവയാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗ്രാമ്പു പട്ട, ഏലക്ക, ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ടാൽ മതിയാവും. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഇനി ഇവയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ച് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് പിച്ചിയെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകമാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മുളകും മല്ലിയും മഞ്ഞളൊക്കെ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ. കുരുമുളക് ചിക്കൻ പീര റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.